രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദം വന്നപ്പോഴേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലയിൽ പെട്ടുപോയ സ്ത്രീകളെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലയിൽ പെടാതെ തന്ത്രപരമായി രക്ഷപ്പെട്ടുപോയ ഒരു പ്രമുഖയെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും പ്രമുഖ എന്നല്ല, വളരെ ബുദ്ധിമതിയായ സ്ത്രീ ഈ കാര്യത്തിൽ, മറ്റൊരു കാര്യത്തിൽ, അതെ ഇക്കാര്യത്തിൽ അവരുടെ ബുദ്ധി നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാരണം അവർക്ക് എളുപ്പത്തിൽ തന്നെ ഈ കോഴികളെ കണ്ടുപിടിക്കാനുള്ളൊരു ബുദ്ധി ഉണ്ടല്ലോ. മറ്റു കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് മറ്റു കാര്യങ്ങളിലൊക്കെ അവർ ഈ ചില അടിച്ചു മാറ്റലുകൾ നടത്തുകയും ചില എന്താ പറയുക ഭൗതികവും ഒക്കെ ആയ കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുമെങ്കിലും ഇതിലവർ കൃത്യമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. ചിന്തോ ജെറോമിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഓണത്തിനാണെന്ന് തോന്നുന്നു എല്ലാ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വെച്ച് അരുൺകുമാർ ഒരു പരിപാടി നടത്തിയപ്പോൾ അബിൻ വർക്കി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി പരസ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത ആള് ചിന്തോ ജെറോമാണ്. അപ്പൊ ചിന്തോ ജെറോം പറഞ്ഞു എന്നെ പ്രപ്പോസ് ചെയ്ത് പലരിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെയൊക്കെ നീ ആളാവണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചമർത്തി. അതിനുശേഷം ഞാൻ തന്നെ ഇതൊരു വാർത്തയാക്കിയിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലും ചിന്തോ ജെറോമും വിവാഹിതരാകുന്നു. പക്ഷെ ചിന്തയോട് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതരത്തിലും ഉണ്ട് എങ്കിലും ചിന്ത പറയുന്നതിനോടൊക്കെ വളരെ വിയോജിപ്പുണ്ടെങ്കിലും ഈ കാര്യത്തിൽ ചിന്തയോട് എനിക്ക് വലിയ ബഹുമാനം തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. പറയുമ്പോഴേ 2-3 തവണ അബിൻ വർക്കി എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതായത് ചിന്ത, ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായിട്ട് ആദ്യമായി പ്രപ്പോസ് ചെയ്യുന്നു. അപ്പൊ അരുൺകുമാർ മറുപടി പറയുന്നുണ്ട്, അപ്പൊ രഹസ്യമായി പലരെയും പ്രപ്പോസ് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇദ്ദേഹം ഒരു കോഴിയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു BJP ഗോപാലകൃഷ്ണൻ ഒരു ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും പറയണ്ട, 24 അതെ നീ കൂടുതലൊന്നും പറയണ്ട, നീ ഒരു കോഴിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തെ ഒട്ടകമെന്നെങ്ങാണ്ട് വിളിച്ചപ്പോഴാണെന്ന് തോന്നുന്നു. പക്ഷേ അന്ന് ഇദ്ദേഹത്തിനെതിരെ വലിയ സൈബർ ബുള്ളിങ് ഒക്കെ ഉണ്ടായി ഈ ഗോപാലകൃഷ്ണനെതിരെ. പക്ഷേ ഇപ്പോ അദ്ദേഹം പറഞ്ഞത് ഏറെക്കുറെ അല്ല, അത് വാസ്തവമായിരുന്നു എന്നുള്ളത് ഇപ്പോ പുറത്തു വരുന്ന വലിയ ഈ എന്താ പറയുക, ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമൊക്കെ കോടതി വരെ ഇവിടെ അനുവദിച്ച കാര്യമാണ്. ഇതൊന്നും വലിയ സംഭവമൊന്നും അല്ല ഈ കാലഘട്ടത്തിൽ എന്ന് പലരും പറയുന്നത് പോലെയൊക്കെ ശരിയാണ്. ഇതൊന്നും വലിയ സംഭവമല്ല, ചാനലുകളൊക്കെ റേറ്റിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്നതാണ്, ഉണ്ടാക്കിയത്. ഇത്രയും നാൾ ഈ ചാനലുകാർ എവിടെ പോരുന്നു, എന്തിനേറെ പറയുന്നത് മാധ്യമ പ്രവർത്തകർക്കിടയിലില്ലേ? എത്രയോ ഇവിടെ വമ്പൻ കെട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന എത്ര മാധ്യമ പ്രവർത്തകർ ഈ പീഡന കേസുകൾ പെൺകുട്ടികൾക്ക് അശ്ലീല മെസ്സേജ് അയച്ചതിലും രാത്രികാലങ്ങളിൽ ഞരമ്പ് രോഗമുണ്ടായി പെൺകുട്ടികൾക്ക് അശ്ലീല മെസ്സേജ് അയച്ചത് നമുക്ക് നമ്മുടെ വർഗം ആയതുകൊണ്ട് നമ്മൾ വിളിച്ചു പറയുന്നില്ലെന്നേ ഉള്ളൂ. പലരുടെയും പേരുകൾ നമുക്കറിയാം. പലർക്കും ഇത് പറയാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവരുണ്ട്. അതൊക്കെ നമ്മൾ തന്നെ കുത്തി നാറ്റിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ ഒരു ജനപ്രതിനിധിയെ പോലെ തന്നെയാണ് മാധ്യമ പ്രവർത്തകർക്കും ജനങ്ങളോടുള്ള ബാധ്യത എന്ന് പറയുന്നത്, കടമ എന്ന് പറയുന്നത്. കാരണം ഈ ചാനൽ കാണുന്നത് വിശ്വസിക്കുന്നവരാണ് പല ജനങ്ങളും. അവർക്ക് നിങ്ങളെ റേറ്റിംഗ് കൂട്ടാനായിട്ട് പൊടുപ്പും തൊങ്ങലും വെച്ച് പറയുന്ന കാര്യങ്ങളാണ് എന്നുള്ളതിനപ്പുറം അവരിത് പലരും കാണുന്നുണ്ട്. പല കാര്യങ്ങളും ചാനലിലൂടെയാണ് അവർ അറിയുന്നതും മനസ്സിലാക്കുകയും ചെയ്യുന്നതും. അപ്പോ നമുക്ക് അങ്ങനെ അടച്ചാരെയും ആക്ഷേപിക്കാൻ പറ്റില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഒരു വലിയ കുറ്റം എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ഗർഭചിത്രം നടത്തുകയും ചെയ്തു എന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കുറ്റമല്ല. ഇപ്പോൾ ഫ്ലാറ്റിംഗ് അങ്ങനെയല്ലേ ആ വാക്ക്, അത് നടത്തുക എന്നൊക്കെ പറയുന്നത് നമ്മൾ നിന്നു കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളെ അത് അല്ലെ. ഞാൻ ഇപ്പൊ ഏതോ സിനിമയിൽ മഞ്ജിമ മോഹൻ പറയുന്നത് പോലെയാണ്, എനിക്ക് അയാൾക്കെതിരെ പരാതിയില്ല, കാരണം അയാൾ ചതിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അയാൾക്ക് നിന്നു കൊടുത്തത് കൊണ്ടാണ് ഞാൻ ചതിക്കപ്പെട്ടത്. അയാളുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഞാനാണ് ചതിക്കാൻ നിന്നു കൊടുത്തത്, അതുകൊണ്ട് ഞാനിത് അനുഭവിച്ച് മതിയാകൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊന്നും ഇപ്പോൾ മാന്യന്മാരായി നടക്കുന്ന പലരും നമുക്കിടയിലുണ്ട്. ആ മാന്യന്മാരായി നടക്കുന്ന പലരും നല്ലവരാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അവർക്കൊക്കെ വേറെ മുഖങ്ങളുണ്ട്. നമ്മുടെ ആളുകളുടെ മുന്നിൽ കാണിക്കാൻ മാന്യതയുടെ മുഖം അണിഞ്ഞിരിക്കുന്ന പലർക്കും ആ കല്യാണം കഴിഞ്ഞ ഒരു പുരുഷൻ 6 സ്ത്രീകളുമായി എന്താ പറയുക ഫോണിലൂടെ സെക്സും ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധവും ഉണ്ടായിരുന്ന ഒരു പുരുഷനെ എനിക്കറിയാം. എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു പുരുഷനാണ്. കല്യാണം കഴിഞ്ഞ് 10ാമത്തെ ദിവസം കാമുകിയായ 2 കുട്ടികളുടെ അമ്മയായ സ്ത്രീയുമായി കിടക്ക പങ്കിട്ട് അതിനുശേഷം 6 സ്ത്രീകളുമായി ഫോണിലൂടെ സെക്സ് ചെയ്ത ഒരു പുരുഷനെ എനിക്കറിയാം. നിർഭാഗ്യവശാൽ അയാൾ എൻ്റെ അടുത്ത സുഹൃത്തായിപ്പോയി, നിർഭാഗ്യവശാൽ. പക്ഷെ ഞാൻ ഇത് അറിഞ്ഞതിന് ശേഷം അയാളുമായിട്ടുള്ള ബന്ധം വിട്ടു. ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച്, ഒരു ചാനലുകളിൽ അവൾ വരുന്നില്ല, ഒരിടത്തും അവൾ അതിനെക്കുറിച്ച് എഴുതുന്നില്ല.
അത് അവളുടെ നിസ്സഹായാവസ്ഥ ആയതുകൊണ്ടല്ല, അവൾ പെട്ടുപോയി എന്നുള്ളത് അവൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ആ ലൈഫിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോയി. പക്ഷെ എങ്കിൽ പോലും ആ പെൺകുട്ടി അനുഭവിച്ച ഒരു മാനസികാവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? കല്യാണം കഴിച്ച് താലി കെട്ടിയ ഭർത്താവ് 10ാമത്തെ ദിവസം മറ്റൊരുത്തിയുമായി കിടക്ക പങ്കിടാൻ പോയി എന്നറിയുമ്പോഴും 6 സ്ത്രീകളുമായി ഫോണിൽ കൂടെ സെക്സ് ചെയ്തു എന്നറിയുമ്പോഴും ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു വേദനയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? തെളിവ് എവിടെയെന്ന് ആളുകൾ ചോദിക്കും. തെളിവ് കൊണ്ടുവന്നാൽ അനുഭവിച്ച വേദനയൊക്കെ ഇല്ലാതാവുമോ? ഇയാൾ പോലീസിൽ പിടിക്കപ്പെട്ടാൽ അനുഭവിച്ച വേദനയൊക്കെ ഇല്ലാതാകുമോ? ഒരിക്കലും ഇല്ല. ഇതൊക്കെ എന്താ പറയുക, സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിലൊന്നും 2 ഗർഭചിത്രം നടത്തിയ ഒരു മാധ്യമ പ്രവർത്തനം എനിക്കറിയാം. 2 ഗർഭചിത്രം ഒരു സ്ത്രീയെ കൊണ്ട് നടത്തിച്ച മാധ്യമ പ്രവർത്തനം എനിക്കറിയാം. പക്ഷെ നമുക്ക് പേര് പറയാൻ കഴിയില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അത് 2 പേരുടെ സമ്മതത്തോടു കൂടി നടന്ന കാര്യമായതുകൊണ്ട് നമുക്കതിൽ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ സ്ത്രീയും പുരുഷനും ഒരുപോലെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ചില സ്ത്രീകളുണ്ട് പോയി കിടന്നു കൊടുത്തിട്ട് അയാളിൽ നിന്ന് തിരിച്ചൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ കോടതിയും കേസും ഒക്കെ ആയിട്ട് ഇവൻ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുന്ന സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളോടല്ല ഞാൻ പറയുന്നത്. ഇത്തരത്തിൽ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളെ ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തുന്ന കുറെ ഊളകളുണ്ട്. ഈ ഊളകളോട് നമ്മൾ എത്ര സംസാരിച്ചിട്ട് കാര്യമില്ല, അവരെ നന്നാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിലൊന്നും ഒരിക്കലും നന്നാവണമെന്ന് ഉദ്ദേശിക്കുന്ന ആളല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം 1-2 വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തെ ഉപദേശിച്ച് നന്നാക്കാൻ പലരും ശ്രമിച്ചിട്ട് നന്നായിട്ടില്ലാത്ത ഒരു മനുഷ്യരെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പലരും പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം നന്നാവാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് ഞങ്ങളൊക്കെ ഇത് പുറത്തു പറയുന്നത്. പുറത്തു പറയാത്ത എത്ര പേരുണ്ട്? ഇഷ്ടംപോലെ പേരുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പല നമ്മളതൊന്നും പറയുന്നില്ല, പല മാധ്യമ പ്രവർത്തകരോടും മോശമായി സംസാരിച്ചതും പലരോടും അടുപ്പം സൂക്ഷിച്ചതും പലരുമായി ബന്ധമുള്ളതും നമുക്കറിയാം. പക്ഷേ അവരാരും എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? അവർക്കൊക്കെ ഇത് പറയാനുള്ള യോഗ്യതയുണ്ടോ? അവരെന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? അപ്പോ അയാൾക്ക് ഇതൊക്കെ ഒരു കളിതമാശ പോലെയാണ്. സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്നത് അവർ നിന്നു കൊടുക്കുന്നു, അയാൾ ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പൊടിയും തട്ടി അയാളെ പോകുന്നു. പൊടിയും തട്ടി പോയി കഴിഞ്ഞിട്ട് അയാളെ വിവാഹം കഴിക്കുമെന്ന് എന്തിനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളെപ്പോലുള്ള ഒരാളെ അയാൾ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ആളുകളോടൊപ്പം പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് നിങ്ങൾ സെക്സിനായിട്ട് പോവുക, സെക്സ് ചെയ്യുക, തിരിച്ച് നിങ്ങളുടെ വഴിക്ക് പൊടിയും തട്ടി നിങ്ങൾ അയാളെ പോകും പോലെ പോവുക. ഇയാളെ പോലുള്ള ഒരാൾ നിങ്ങളെ വിവാഹം കഴിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിടത്താണ് നിങ്ങൾ ആദ്യം ചതിക്കപ്പെട്ടത്. ഞാൻ അങ്ങനെ പറയൂ. നിങ്ങൾ വിവാഹം ഇപ്പോൾ മാനസികമായി സ്ത്രീകളെ പീഡിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. ഉദ്ധവിനറിയോ? ഒരുപാട് മാനസികമായി സ്ത്രീകളെ പീഡിപ്പിക്കുന്ന, മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് മാനസികമായുള്ള പീഡനം. ഒരുപാട് തവണ ഞാനത് നേരിട്ടിട്ടുള്ള ആളാണ്. ഒരു തവണ നമ്മളത് തുറന്നാൽ ഒരുപക്ഷെ അത് പല രീതിയിലും അത് വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ സൈലൻസ് ആയിട്ടിരിക്കുന്ന പല അവസരങ്ങളും പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ മാനസികമായി സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ അതും സ്ത്രീയാണെന്ന് ചിന്തിക്കാതെ മാനസികമായി സ്ത്രീകളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നവർക്കെതിരെയും കൃത്യമായ നടപടി ഉണ്ടായാൽ ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് തുറന്നു പറച്ചിലുകൾ നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടം ഇതിൽ നിന്നൊരു പാഠം പഠിച്ച്, കാരണം അയാളുടെ വീട്ടിലും അമ്മയും പെങ്ങളും സ്ത്രീയും ഒക്കെ ഒരുപാട് സ്ത്രീകൾ അടങ്ങുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനാണ് അയാളെ തേജോവധം ചെയ്യണമെന്ന് ഇവിടെ ആർക്കും നിർബന്ധമൊന്നുമില്ല. പക്ഷെ അയാൾ കാണിച്ചത് ഒരു ജീവനെ ഇല്ലാതാക്കിയതാണ്. ആ ഇല്ലാതാക്കിയതിനുള്ള ശിക്ഷ അയാൾ അനുഭവിക്കണം, അനുഭവിച്ചേ മതിയാകും.